ആർക്കും സ്കൂളിൽ പോകണ്ട, ചെറിയ ചാറ്റമഴ രാവിലെ. AM. ഗൂഗിളിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന സമയം ഓരോ മണിക്കൂർ ഇടവിട്ട് അങ്ങനെ പറയും സമയമാകുമ്പോൾ. ഒരേപോലത്തെ രണ്ടെണ്ണം കിട്ടിയില്ല, രണ്ടും രണ്ട് ഡിസൈനാണ്. ഞാണോ ഗുഡ് മോർണിംഗ്. അപ്പയുടെ ചായയാണ് എടുത്ത് കുടിച്ചോ, കുറച്ചേ കുടിക്കാവുള്ളൂ. ഇന്നലത്തെ ചായ മോനെ, അതെനിക്ക് കുടിപ്പിക്കാൻ. മോന് ചായ ഇന്നലെ തന്നതല്ലേ, ഇന്നലത്തെ ചായ. ഇന്നത് ചെറിയൊരു ചുവയുണ്ട് കേട്ടോ. ഓക്കെ ഗൂഗിൾ, കിച്ചൺ ലൈറ്റ് ഓൺ. അലക്സയ്ക്കല്ലോ ഒച്ചയില്ല. നീ എന്തിനാ ചോദിക്ക് എന്നാന്ന്. TV ഓൺ. അലക്സ MI TV. അതിന്റെ അപ്പ പറഞ്ഞു ചീര പറിച്ചോ? അത്രയും ചീര ഉള്ളോ? ഇത് പോരാനോ? ഒരുപാട് വേണോ? ആ നാരായണയുടെ പല്ലുവേദന കുറഞ്ഞിട്ടില്ല, ചെറിയ പ്രശ്നം ഉണ്ട്. കിടക്കാം, കിടക്കൊരു വർക്കുണ്ട്, പോവാം. ശമ്പവ രാവിലെ എണീറ്റ് കുളിയും കഴിഞ്ഞിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് എണീക്കുന്നു, തല കറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു. പല്ലുവേദന വെച്ച് പനിയൊക്കെ ഉണ്ടായിരുന്നു. നാരായണി, ഇപ്പം വന്ന ആൻറ്റിമാരുടെ പേരെന്നാ? കടിക്കാതെ. അല്ല നാരായണി അല്ല, ശാംഭവി. ബിന്ദു, ബിന്ദു ആൻറ്റിയും സാലി ആൻറ്റിയും. സാലി ആൻറ്റിയുടെ പിള്ളേരുടെ പേരെന്തായിരുന്നു? പറഞ്ഞല്ലോ, ഇപ്പൊ മറന്നിട്ടില്ല. ഇവിടുന്ന് 2 പേര്, 2 ഗസ്റ്റുകളുണ്ടായിരുന്നു. ബിന്ദു ചേച്ചിയും സാലി ചേച്ചിയും. വീഡിയോയുടെ മുന്നേ വരാൻ ഒരു താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പിന്നെ വീഡിയോ എടുത്തില്ല. ചേച്ചിമാർ പറഞ്ഞായിരുന്നു നേരത്തെ, അവരൊക്കെ കൊണ്ടുവന്ന സ്വീറ്റ്സൊക്കെയാണ്. ഉണ്ടാ വന്നപ്പോഴേ ശാംഭവി എല്ലാം എടുത്ത് പൊട്ടിച്ച് എല്ലാം നേരത്തെ. അത് പിന്നെ അറിയാമല്ലോ. പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് ബഹളം വെച്ചോണ്ടിരിക്കും അവള്. അങ്ങോട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചേക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും വെച്ചോളാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെ കാണുമ്പോൾ മാത്രമുള്ളൊരു സംഭവമാണ്. അപ്പോൾ 2 പേരും അവർ US അപ്പോൾ ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു നാട്ടിൽ, പാലായിൽ. നാട്ടിൽ എവിടെയാണ്? 26 എന്ന് വെച്ചാൽ ശാംഭവി ഇടയ്ക്ക് കൊണ്ടുവന്നൊരു ഹോസ്പിറ്റലുണ്ടല്ലോ, 26 ഹോസ്പിറ്റൽ, മേരി ക്യൂൻസ്. ആ ഹോസ്പിറ്റലിന് കുറച്ച് പുറകെ കൂടെ കുറച്ച് പോകണം. അവിടെയാണ് അവർ താമസിക്കുന്നത്. പിന്നെ US അപ്പം പാലായിൽ നാട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു. ചേച്ചിമാരുടെ 2 പേരും ചേർത്ത് അനിയത്തിയാണേ. ചേച്ചിമാരുടെ ആങ്ങളയുടെ മോളുടെ കല്യാണത്തിന് വന്നാൽ അപ്പോൾ അവർ പോവും. എന്തായാലും രാവിലെ വന്നു. സന്തോഷം, ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ അറിയാം ഇവിടെ എല്ലാം. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഭാഗം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാം ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ വീടിൻ്റെ ഒക്കെ ഇത്. പക്ഷേ വീഡിയോ ഒക്കെ ചേച്ചിമാർ പറഞ്ഞ വീഡിയോ ഒക്കെ കാണുമ്പം ഇച്ചിരിയുടെ ആ റോഡൊക്കെ ആണെന്ന് വെച്ചാൽ വലിയ റോഡാണെന്നൊക്കെ തോന്നുമെന്ന് പറഞ്ഞു. വീഡിയോ ഒക്കെ കാണുമ്പോൾ ശരി കേട്ടോ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇങ്ങോട്ട് കയറി വരുന്ന സ്ഥലമൊക്കെ ഇച്ചിരി ആ റോഡൊക്കെ ആണെന്ന് ഇച്ചിരി വീതിയൊക്കെ ഉണ്ടെന്ന് തോന്നും. പിന്നെ 15 മിനിറ്റ് ഓട്ടോയ്ക്ക് താഴെ വണ്ടി ഇട്ടിട്ട്, കാറ് താഴെ ഇട്ടിട്ട് അവിടെ നിന്ന് ഓട്ടോയ്ക്ക് കയറി വന്നേ.
5 മിനിറ്റ് ഇരുന്ന് പോയി. പിന്നെ സന്തോഷം കേട്ടോ. ചേട്ടാ ഇല്ലായിരുന്നു, ചേട്ടായിക്ക് വർക്ക് താഴെ നിന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ ചേട്ടാ പോയി വഴി വെച്ച് കണ്ടു അവരെ, ചേച്ചിമാരെ വഴി വെച്ച് കണ്ടു. എന്നാലും ഹാപ്പി. എന്തായാലും ശാംഭവിയുടെ സ്വന്തം ഗോതമ്പ് ദോശ. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ശാംഭവിയാണ് പറഞ്ഞ വേണ്ട, എനിക്ക് ഗോതമ്പ് ദോശയും സാമ്പാറും മതിയെന്ന്. എല്ലാം ഗോതമ്പ് ദോശ ഉണ്ടാക്കിയല്ലോ, ഉണ്ടാക്കാൻ പോകുന്നു. സാമ്പാർ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഓക്കെ, ഇനി ദോശ ഉണ്ടാക്കട്ടെ. ടൈം കണ്ടോ, ഇന്ന് എണീക്കാനൊക്കെ ഇച്ചിരി താമസിച്ചു പോയി. എങ്ങോട്ടാ പോണ്ടേ? നമുക്ക് ബൈക്കിനായി പോകും. പോസ്റ്റ് ഓഫീസിൽ എങ്ങനെ സാമ്പാർ എങ്ങനെ റെഡി കുഞ്ഞേ? നിൽക്കേ അവിടെ തന്നെ. തല ചൊറിഞ്ഞിട്ട് ആ കൈ കൊണ്ട് ചെണ്ട പോയി കൈ കഴിക്കേ. ആ കൈ കൊണ്ട് തല ചൊറിഞ്ഞിട്ടാണോ കഴിക്കുന്നത്? ആ പോയി കൈ ഇങ്ങനെ തന്നെ, അമ്മ തരാം. നീ വാ. ആ എന്നാ കഴുക. ആ കൈയാണോ കഴുകണ്ടേ? ഏത് കൈ കൊണ്ടാ കഴിക്കുന്നേ? ആ അവിടെ കഴുക. ആ തല ചൊറിഞ്ഞിട്ട് കൈ തരുന്നില്ല. ആ തരുന്നില്ല. വൃത്തിയോടെ കാണിക്കുന്നോ? തരുന്നില്ല. ഇന്ന് തീ കത്തിക്കുന്ന ഡ്യൂട്ടി എൻ്റെ. ചേട്ടാ പോയതുകൊണ്ട് ഇന്നത്തെ ഡ്യൂട്ടി എൻ്റെ. ഒരു വിധത്തെ കത്തിച്ചു. അപ്പാ ഇല്ല, കുട്ടി സംഘങ്ങൾ എന്തേ? നീ അലമ്പാണെങ്കിൽ നിർത്തും. മകൾക്ക് പനിക്കുന്നുണ്ടോ? ആ നല്ല പനിയാ മോനെ, നല്ല പനിക്കുന്നുണ്ട്. പല്ലുവേദന അല്ല ഇപ്പം. തീ കത്തിച്ചു. പനിക്കുന്നുണ്ട് കേട്ടോ. അല്ല, ഞാൻ ഇവിടെ കുറച്ചു നേരം കൂടി ഇരിക്കാം. ആഹാ, ഞാൻ അവിടുത്തെ പണിക്കാരിയോ? കൊള്ളാലോ. ഇതാരും ഇവിടുത്തെ ലൈറ്റ് ഇട്ടേ? എന്തിനാ ഇവിടുത്തെ ലൈറ്റ് ഇട്ടേന്ന്? മുടിച്ച്. അയ്യോ, അല്ല പുറയിലുണ്ടല്ലോ കണ്ണാടിയൊക്കെ. ഇതന്നെ ഇതെവിടെയൊക്കെ അല്ലേ ഇങ്ങനെ കാണിച്ചു വെച്ചേക്കുന്നേ? ഇവിടെ വിരിച്ചിട്ടാണ്. ഓ എന്റെ പൊന്നോ, എന്നുള്ള അതുകൊണ്ട് പിന്നെ വേണ്ട, അവിടെ ഇരുന്നാച്ചാ മതി, അവിടത്തും പോകണ്ട. അല്ല ഈ ലൈറ്റ് ഇപ്പം എങ്ങനെ നിർത്തും? സൂപ്പർ, കൊള്ളാം, അടിപൊളി. ഓക്കേ, ഈ എലിസബത്ത് കാലം കണ്ടാ മതി. വെക്കുന്നത് പോരായിട്ട് അതൊന്നും എനിക്കറിയത്തില്ല. അത് ആ ടി വിയിലല്ലേ? എനിക്കതൊന്നും അറിയത്തില്ല പൊന്നോ. 1:55 ചോറായില്ല. അത് 1:55 ക്ലാസ്സിന് പോകുന്നേ. ക്ലാസ്സിന് പോകുന്ന 7:45 നീ? ആ ഇനിയിപ്പോ ഞാനേ സ്കൂളിൽ ചെന്ന് പറയണം ക്ലാസ് ഇന്നും കൂടെ വെക്കാൻ. ഞായറാഴ്ച കൂടെ വെക്കാൻ പറയണം. ഇപ്പൊ കണ്ടത് ചിക്കന്റെ അമ്മ. ഞാൻ നിന്നോട് പറഞ്ഞ ഇവിടെ വെക്കുന്നത് കണ്ടോളാൻ. അതല്ല, കണ്ടോളാൻ പറഞ്ഞോ? ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്ക്. വെക്കുന്നത് കണ്ടോളാൻ പറഞ്ഞോ? കിട്ടി. മറ്റേ തോമാച്ചിങ്ങനെ വരുന്നതാ. തോമാച്ചിന്റെ ഒന്നും എനിക്ക് നീ ഇപ്പം അലയൻസിലെ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നോണ്ട് എനിക്ക് നേരമില്ല. കെട്ടി ഇങ്ങോട്ട് നോക്കേ, എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അലയൻസ്
അമ്മ ഇതല്ല മുത്തിന്റെ ഫോൺ എടുക്കുന്നത്. എന്റെ പൊന്നു കൊച്ചെ, എനിക്ക് ഒരു തോമാച്ചനെ അറിയത്തില്ല. ഞാനിതൊന്നും കണ്ടുമില്ല. ചിക്കനും മട്ടണും ഒന്നും ഞാൻ കണ്ടില്ല. ചീത്ത ചിക്കൻ മേടിക്കുന്നത് ചിക്കൻ ഇല്ലേ? ഇല്ല, ചിക്കൻ കടയിലാണ്. അതാണ് ഞാന് പ്രിൻസിപ്പൽ ലിറ്റിൽ സിസ്റ്ററിനെ വിളിക്കട്ടെ. ഇനി ഞായറാഴ്ച കൂടെ ക്ലാസ് വെക്കണം. അല്ല പറ്റത്തില്ല, ക്ലാസ് ഉണ്ടാവും. വെക്കണം. ക്ലാസ് ഇല്ല, പക്ഷെ ഞാൻ വെപ്പിക്കും. അമ്മേ ഇത് വേണ്ടത് മാറ്റി. നീ പോയി വീട്ടിൽ പോയി. നാരായണി അവിടെ കിടക്കുന്നുണ്ടോ വയ്യാതെ? നമുക്ക് പനിയായിട്ട് കിടക്കുന്നുണ്ടോ? കൊച്ചു കിടക്കുന്നുണ്ടോ നീ അവിടെ? എന്ത് വെക്കാൻ? ഇത് നല്ല മഴ വരുന്നു എന്റെ പൊന്നി ശാംഭവി. ഞാൻ എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. രാവിലെ തൊട്ട് തുടങ്ങി. ചേട്ടായുടെ തലവട്ട ഇവിടെ ഇല്ലെന്നറിഞ്ഞാ പിന്നെ ആ സെക്കൻഡ് അലമ്പാണ് കേട്ടോ. എന്നതാ കുഞ്ഞാ നിനക്ക്? ഒച്ച ഞാൻ കുറച്ചല്ലേ? എന്നാ നീ ഇങ്ങനെ തുടങ്ങുന്നേ? ദൈവമേ. കേട്ടോ ഇരുന്ന് കേട്ടോ, നല്ല മഴ വരുന്നുണ്ട്. നീ വീട്ടിൽ കയറിപ്പോക്കോ. മഴ പെയ്യുന്നുണ്ട്, ചാറുന്നുണ്ട്. വായോ വരാനായിട്ട്. എന്നാ മിണ്ടായിരിക്കും അവിടെ. കണ്ടോ മഴ പെയ്യുന്ന കണ്ടോ? കണ്ടോ ശാംഭവി? നമ്മുടെ ലൈറ്റ് കണ്ടോ? സൂപ്പർ ലൈറ്റ്, സൂപ്പർ. പാലൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വരുമ്പോഴേക്കും പാല് മേടിച്ചിട്ടുണ്ടെന്ന് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പയുടെ കപ്പ. അയ്യോ, ഇന്നെനിക്ക് പറഞ്ഞ പോലെ ഇന്ന് എനിക്ക് വെളിയിറങ്ങാനായിരുന്നല്ലോ. ആരാണിട്ടിട്ട് അങ്ങനെ ഇറങ്ങും. പച്ചക്കറി മേടിക്കണം, കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്കാവട മേടിക്കാനായിട്ട് ഞാൻ പോകുന്നില്ല. ഈ പക്കാവട തിന്നണ്ട. തീർന്നെങ്കിൽ സാരമില്ല. തിങ്കളാഴ്ച കൊണ്ടുള്ള സാധനമൊക്കെ ഇരിപ്പുണ്ട്. ഇനി ഡൈമ മതിയോ? എന്നാ പക്കാവടയും കപ്പ ഇനിയിപ്പോ ഒഴിവാക്കാം. എന്നും ഇങ്ങനത്തെ സാധനങ്ങൾ തിന്നുന്നത് അത്ര നല്ലതൊന്നും അല്ല കേട്ടോ. ചക്കവറുത്ത് തന്നാലോ നീ സ്കൂളിൽ പോത്തളോ? ഡൈമണ്ട് അല്ല, ക്ലാവർ. മിച്ചറൊന്നും ഇല്ലടാ. ഇപ്പൊ അതിരുന്ന് ബീൻസ് കാണും. ഇപ്പൊ അതല്ലേ അല്ലേ അത്യാവശ്യം. മഴ പെയ്യുന്ന കണ്ടോ? ഈ അമ്മ ഞാൻ കാണുമ്പോഴല്ലോ കാക്കമ്മ ഓർക്കും. കാക്കമ്മയുടെ ഏകദേശം ഒരു സ്വഭാവമാണ് ഈ അമ്മയുടെ കാണിക്കുന്നത്. എന്താടാ? ഓ, അലറാൻ തുടങ്ങി. എല്ലാം കൂടെ ഫുട്ബോൾ കളിക്കുന്നു. ആണോ? കാക്കമ്മയുടെ മരുന്നും കുട്ടി പൊട്ടിച്ചു. ഓ, ഈ അമ്മേനെ കാക്കമ്മയാക്കിയോ? കൊണ്ടുപോയി. നല്ല മഴ. അവിടെ പോയി എന്റെ കുഞ്ഞ. ആ സിംബയ്ക്കുള്ള ദോശ അവിടെ വെച്ചേക്കത്. നിലത്ത് വീണ ദോശയാ. നല്ല മഴ. സിംബയ്ക്കാ. അതേന്നെ. മഴ പെയ്ത് ഇത് വെള്ളം വരാത്തേ. മഴയൊക്കെ പെയ്യുമ്പോൾ ഈ ലൈറ്റ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഓ, പറഞ്ഞാ കേക്കിയാ കണ്ടോണം. നീ വന്നേ. ശാംഭവിക്ക് ഗോതമ്പ് ദോശ വേണമെന്ന്. ഇപ്പനാണോ ഗോതമ്പ് ദോശ പ്രേമമാണ്. സാമ്പാറുണ്ട് പുള്ളിക്കാരിക്ക്. അതിന് ചപ്പാത്തി ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട, ഗോതമ്പ് ദോശ വേണം. പിന്നെ ഗോതമ്പ് ദോശ എങ്കിൽ ഗോതമ്പ് ദോശ ഭയങ്കര ഇഷ്ടമാണ്. എന്താടോ ഇതാണ് എല്ലാം കൂടെ. എൻ്റെ അമ്മേ,
ശംഭു കൈ കഴിയോ? ഇതാ പൊന്നോ, എന്നാ ഒക്കെ നിർത്തി വെക്കാം കുറച്ചു നേരം. അത് കണ്ടോണ്ട് കാണണ്ട, ഞാൻ നിർത്തി വെക്കാൻ പോവാണേ. എങ്ങനെയുണ്ട് പനേസ്? വല്ലവനയുടെ പനിയാണോ? 4 പറഞ്ഞു നിന്നോട്. ശ്യാമളമ്മ പഠിക്കുവാണോ നീ? ശ്യാമളമ്മയോട് പറഞ്ഞ കേട്ടല്ലോ, അത് പല്ലുവേദനയുടെ ഇരിക്കുമെന്ന്. 2-3 ദിവസമായിട്ട് ഈ കിടന്ന ചാട്ടമല്ലേ, ചിലപ്പോൾ അതിൻ്റെ ആവാം. 2-3 ദിവസമായിട്ട് ഈ പ്രാക്ടീസും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് ബഹളമായിരുന്നു. ഒരുപാട് ശരീരനക്കം പരിപാടിയൊന്നും ഇല്ലല്ലോ ഇപ്പം. ഡാൻസിന് പോകുന്നില്ലാത്തത് കൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. ഇപ്പം കുറച്ചുനാൾ കൂടി ശരീരമൊക്കെ ഇളകിയപ്പോഴേ അതിൻ്റെ വല്ല ആയിരിക്കാം. എന്തായാലും രാവിലെ തൊട്ടുള്ള കിടപ്പ. ഇടയ്ക്കൊന്ന് ദോശ ഒന്ന് കഞ്ഞി കുടിക്കാൻ വേണ്ടി കേട്ടില്ല. പിന്നെ കഞ്ഞിവെള്ളം ഒപ്പിട്ട് കൊടുത്തു. എപ്പോഴും വേണ്ട അമ്മ, എനിക്ക് പല്ലിനും ചെറുതായിട്ട് വേദനയുണ്ട്, കുടിക്കാനാ തോന്നുന്നു പറഞ്ഞു. അപ്പോൾ കുടിക്കാനായിട്ട് എന്തെങ്കിലും കൊടുക്കട്ടെ. വിളക്ക് കത്തിക്കുമ്പോഴേ TV വെക്കാൻ പാടില്ല, മനസ്സിലായി? വിളക്ക് കത്തിക്കണം. മാറിക്കേ. ആ ഓ ഉമ്മ വിളിക്കേ. ഓയ് ലാമ്പൊക്കെ ഞാൻ എടുത്തോളാം, ഞാൻ കത്തിച്ചോളാം. ഓക്കെ നാരായണി എണീറ്റിരുന്നേ. പ്രാർത്ഥിച്ചേ. അരിയാണോ? ഇന്നത്തെ അരി പ്രാർത്ഥിക്കാം. ബായോ രാമചന്ദ്ര രാമരാമ രാമ 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 പായമ രാമചന്ദ്ര ഗുരുന്ദ രാമ പായമ മിടുക്കി. അങ്ങനെ ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് മിടിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ പോണേ. ആയില്ല. ഇതാരും വിളിച്ചേ? ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ആരാ വിളിച്ചേ? ഏതാൻറ്റി? ബിന്ദു ആൻറ്റിയും ശ്രാലി ആൻറ്റിയും. വീണിതല്ലോ കിടക്കുന്നു നാരായണി ദരിദ്രിയിൽ കട്ടിലിൽ. ആർക്ക് പനി? അത് തോന്നുന്നില്ലല്ലോ പനിയായിട്ട്. നാരായണിക്കാണല്ലോ പനിയായിട്ട് തോന്നുന്നേ. നാരായണി ഇവിടെ ചുമക്കുന്ന കേട്ടോടി. അവള് കഞ്ഞിവെള്ളവും കുടിക്കുക, ഉപ്പിട്ട കഞ്ഞിവെള്ളം. ശംഭവി ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പം വന്നില്ല. അപ്പോൾ ക്ലാസ് നാളെ ഇല്ല, നാളെ സൺഡേ അല്ലേ. അപ്പോൾ അപ്പം വന്നില്ല, ഞങ്ങൾ കിടക്കാൻ പോകുന്നു. ഗുഡ് നൈറ്റ്. ആ തന്നെ കിടന്നു. നേരത്തെ കിടന്നല്ലേ?